നമ്മളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ എങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും നോട്ടിഫിക്കേഷൻ ബാറും എല്ലാം ടച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്കാകുകയില്ല. നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ താത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്ലോസ് ആയിക്കൊണ്ടിരിക്കും. അതായത് ടച്ച് സ്ക്രീൻ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുകയില്ല. ഇത് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും? അത് വോളിയം കീ 2 പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പണായി വരും. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ലോക്ക് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻ അലോ ചെയ്തേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയായിരിക്കും ഓപ്പണായി വരിക. ഇവിടെ മുകളിൽ കുറേ ടാബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ രണ്ടാമത്തെ ടാബായ ഷേക്ക് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മുകളിലുള്ള ഷേക്ക് ലോക്കിംഗ് എന്ന ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹാർഡ് കീസ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ട്വൈസ് എന്ന ഭാഗം മാത്രം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി മൊബൈൽ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഇതുപോലെ ലോക്കാവും. ഡിസ്പ്ലേയിൽ എങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഡിസ്പ്ലേ വർക്കാവുകയില്ല. കുട്ടികൾ മൊബൈൽ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ലോക്ക് ചെയ്ത് ഡിസ്പ്ലേ ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് കുട്ടികൾക്ക് കൈമാറാവുന്നതാണ്. അവർക്ക് ഏത് തരത്തിലും ഇത് ലോക്ക് തുറക്കാൻ സാധിക്കില്ല. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.